ഹലോ ഗെയ്സ്, എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫി 2025 ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗ്രൂപ്പ് ബിയിലെ രണ്ടാമത്തെ മത്സരം ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ഇന്ന്, അതായത് ഫെബ്രുവരി 22 നടക്കാൻ പോവുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് ബി മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാം മത്സരം ഫെബ്രുവരി 22 ശനിയാഴ്ച ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടക്കും. പ്രതീക്ഷകൾക്കൊടുവിലെത്തുന്ന ഏറ്റവും വലിയ മത്സരങ്ങളിൽ ഒന്നായിരിക്കും ഇത്. സബ് കോണ്ടിനെൻറ്റിലെ കടുത്ത അവസ്ഥകൾ ഈ മത്സരത്തെ കൂടുതൽ അതിശയകരമാക്കും. ഓസ്ട്രേലിയൻ ടീമിന് ഇതിനകം തന്നെ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിൽ അവർ സ്പിന്നർമാർക്കെതിരെ പരാജയപ്പെട്ടിരുന്നു. സ്റ്റീവ് സ്മിത്ത് നയിക്കുന്ന ടീം കരുത്തില്ലാതെയാണ്, കാരണം അവരുടെ മുഴുവൻ കരുത്തില്ലാതെയാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ എത്തിയിരിക്കുന്നത്. പല പ്ലെയേഴ്സും അവർക്ക് പരിക്കേറ്റ് ചാമ്പ്യൻസ് ട്രോഫിയിൽ നഷ്ടപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ട് ടീമിൻ്റെയും 50 ഓവർ ഫോർമാറ്റിലെ പ്രകടനം മികച്ചതൊന്നുമല്ല. അവർ ഏറ്റവും പുതിയ 3 ഏകദിന പരമ്പരകളിലും പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യക്കെതിരെ 3-0 വമ്പൻ തോൽവിയോടെയാണ് അവർ ടൂർണമെൻറ്റിലേക്ക് കടന്നു വരുന്നത്. ആഗോള ക്രിക്കറ്റിലെ 2 ഭീമന്മാർ തമ്മിലുള്ള ഈ പോരാട്ടം രസകരമാവുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇനി പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നാൽ, കറാച്ചിയിലും ദുബായിലുമുള്ള പിച്ചുകൾ വളരെ വെല്ലുവിളി ബാറ്റർമാർക്കും ബോളർമാർക്കും ഒരുപോലെ ഉണ്ടാക്കുന്നതായിരുന്നു. എന്നാൽ ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിലെ പിച്ച് ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായിട്ടാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ത്രിരാഷ്ട്ര പരമ്പരയിൽ ന്യൂസിലാൻഡ് 300-ലധികം സ്കോർ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിജയകരമായി പിന്തുടർന്ന് ഈ ഗ്രൗണ്ടിൽ ജയിച്ചിരുന്നു. ടോസ് നേടിയാൽ ബൗളിംഗ് തിരഞ്ഞെടുക്കുക ഏറ്റവും നല്ലതായിരിക്കും. ഇനി ഹെഡ് ടു ഹെഡ് കണക്കിലേക്ക് വന്നാൽ, ആകെ കളിച്ച മത്സരങ്ങൾ 161. അതിൽ ഓസ്ട്രേലിയ വിജയിച്ചത് 91, ഇംഗ്ലണ്ട് 65 ജയിച്ചിരുന്നു. മത്സരം ടൈ ആയത് 2 ആണ്. 2 മത്സരങ്ങൾ ഇവർ തമ്മിലുള്ളത് ടൈ ആയി പോയിരുന്നു. ഫലമില്ലാതെ 3 മത്സരങ്ങളും നടന്നു. ഇവർ തമ്മിൽ ആദ്യ മത്സരം ജനുവരി 5, 1971 ഏറ്റവും അവസാനമായി ഹെഡ് ടു ഹെഡിൽ നേരിട്ടത് സെപ്റ്റംബർ 29, 2024 അതായത് കഴിഞ്ഞ വർഷമായിരുന്നു ഇവർ തമ്മിൽ അവസാനമായി ഏറ്റുമുട്ടിയിരുന്നത്. ഇനി ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്ന പ്ലേയിങ് 11ലേക്ക് വന്നാൽ, ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ട്രാവിസ് ഹെഡ്, ജേക്ക് ഫ്രേസർ മഗ്ഗർ, സ്റ്റീവ് സ്മിത്ത്, മാർക്കസ് ലെബൂഷൻ, ഗ്ലെൻ മാക്സ്വെൽ, അലക്സ് കേരി വിക്കറ്റ് കീപ്പർ, ഹെറോൺ ഹാർഡി, ഷോൺ ആബട്ട്, നാഥൻ എലിസ്, ആദം സാംബ, സ്പെൻസർ ജോൺസൺ എന്നിവരായിരിക്കും ഓസ്ട്രേലിയയുടെ എക്സ്പെക്റ്റഡ് പ്ലേയിങ് 11-ലുള്ളത്. ഇംഗ്ലണ്ടിലേക്ക് വന്നാൽ എക്സ്പെക്റ്റഡ് പ്ലേയിങ് 11-ൽ ഫിൽ സാൾട്ട്, ബെൻ ഡക്കറ്റ്, ജെയ്മി സ്മിത്ത് വിക്കറ്റ് കീപ്പർ, ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ജോസ് ബട്ട്ലർ, ലിയാം ലിവിങ്സ്റ്റൺ, ബ്രൈഡൻ കേഴ്സ്, ജോഫ്ര ആർച്ചർ, ആദിൽ റഷീദ്, മാർക്ക് വുഡ്. എന്തായാലും നല്ലൊരു മത്സരത്തിനായിരിക്കും ഇന്ന് ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ തിരിതെളിയാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.